ഫാമിലി ആയിട്ടും കാണാം, ആരായിട്ടും കാണാം, അടിപൊളി. മമ്മൂക്ക ഈസ് സച്ച് ആൻ അമേസിംഗ് ആക്ടർ. ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷ. ഏതാണ് നല്ലത്, അഭിനയം നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരും ഈ ക്രിസ്മസ് തൂക്കിന്ന് തന്നെ പറയാം. മമ്മൂട്ടി നല്ല റോളുണ്ട്. വില്ലനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കേരള 100 കോടി ക്ലബ്ബ് കയറും ഈ സിനിമ. നല്ല പടമാണ്. സൂപ്പർ, ഒരു രക്ഷയില്ല. മമ്മൂക്കന്റെ വില്ലൻ പേശാണ്. പൊളിയാണ്. ഇന്റർവെൽ സീനുണ്ട് മോനെ, കിടുവാണ്, അടിപൊളി. ലാസ്റ്റ് ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. പൊളി. ഫാമിലി ആയിട്ടും കാണാം, ആരായിട്ടും കാണാം, അടിപൊളി, പൊളിച്ചു. സൂപ്പർ. ഈ പറയാനുണ്ടോ? വിനായകൻ സൂപ്പർ. രണ്ടുപേരും സൂപ്പറാണ്. നല്ലോണം. ഓൾറെഡി സ്ലോ മൂവിലാണ് പടം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഫിലിമല്ല, പക്ഷെ പടം നമുക്ക് അടിപൊളി. വിനായകനും നല്ല രീതിയിൽ ചെയ്തു. പക്ഷെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇടിപൊളി പടമല്ല. ഇച്ചിരി ഇതിൽ കാണാനുള്ളൊരു നല്ല ഫിലിം. പടം സൂപ്പറാ. അടിപൊളി. ക്ലൈമാക്സും ഗംഭീരം. വിനായകൻ തകർപ്പൻ. ഗംഭീരം, അടിപൊളി പടം. ഇത് ഗംഭീരം എന്ന് പറയാം. സൂപ്പർ, ഹാപ്പിയാണ്. അടിപൊളി ക്ലൈമാക്സ് ഒക്കെ ഗംഭീരം, അടിപൊളിയായിട്ട്. വിനായകനാണ് തകർത്തേക്കണേ. മമ്മൂട്ടി മോശമായിരുന്നല്ല, പക്ഷെ വിനായകൻ ഒരു രക്ഷയില്ല. അടിപൊളി, അടിപൊളിയാ, ഗംഭീരം. ഓ പിന്നെ എല്ലാവരും അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. മമ്മൂക്കാന്റെ ഫാൻസ് അല്ലാത്തവർ എനിക്ക് തോന്നുന്നു ഇത് കാണണം. മമ്മൂക്ക ഈസ് സച്ച് ആൻ അമേസിംഗ് ആക്ടർ. ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ആരും ഇത് സ്പോയിൽ ചെയ്യരുത്, ഈ മൂവി കാണണം. ഈ മൂവി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. ഒരുപാട് ഇഷ്ടമായി. എല്ലാ യുണീക്ക് സെലക്ഷൻസ് ആണ് അവരുടെ. ഞാൻ ഇവരുടെ ടീമായിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട്. നല്ല കോൺഫിഡൻസ് ആയിരുന്നു അവർക്ക് അപ്പോഴേ. നല്ല മൂവിയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ടീമും ഇതുപോലത്തെ യുണീക്ക് സിനിമകൾ എടുക്കട്ടെ. നല്ല സിനിമയാണ്. സസ്പെൻസ് കുറേയധികം നമുക്കിങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി സിനിമയ്ക്കുണ്ട്. അതെ, നമുക്ക് അത് ടോട്ടലി അങ്ങനെ ലീഡിങ് ആ സിനിമയ്ക്ക് ഉണ്ട്. ടോട്ടലായിട്ടൊരു ഫോളോപ്പിങ് ആ പടത്തിനുണ്ട്. അപ്പോൾ എല്ലാവരും കാണേണ്ട സിനിമയാണ്. തിയേറ്ററിൽ വന്ന് കാണണം. നമുക്ക് പൊളിച്ചു. നമുക്ക് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മമ്മൂക്ക തന്നെയാണ് നമ്മൾ കണ്ടത്. സംതിങ് ഡിഫറെൻറ്റ്. അതെ, രണ്ടുപേരും ഒരു പവർഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ മമ്മൂക്കയുടെ പെർഫോമൻസ് കുറച്ചും കൂടി സൂപ്പറായ പോലെ ഫീൽ ചെയ്തു. അടിപൊളി. മമ്മൂക്കയുടെ ഇത്രയും നാളത്തെ ഒരു വേഷങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയുക, നെഗറ്റീവ് റോളിലാണ് മമ്മൂക്ക വന്നേക്കണത്. വിനായകനും മമ്മൂക്കയും ഏതാണ് നല്ലത്, അഭിനയം നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരും ഈ ക്രിസ്മസ് തൂക്കിന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ ഇരുന്നത്. ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു സംഭവം. നെഗറ്റീവ് റോളിൽ ആദ്യമായിട്ടാണ് മമ്മൂട്ടീനെ ഇങ്ങനെ കാണണത്. സൂപ്പർ. തീർച്ചയായിട്ടും. കാരണം ഇത്തരത്തിലുള്ളൊരു റോള് ഇല്ല. കുറെ നാളിന് ശേഷം മമ്മൂട്ടിക്ക് ഒരു അടിപൊളി ബമ്പർ ഹിറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. തീർച്ചയായിട്ടും. പടം കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പൊ അടുത്തിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടി ചിത്രമാണ്. എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റുകളാണ്. അടിപൊളി മൂവിയായിരുന്നു. മമ്മൂക്കാനെ കുറിച്ചൊന്നും പറയാനില്ലല്ലോ, എന്ത് പറയാനാ. മമ്മൂക്കാനെ കാണാൻ വേണ്ടിയിട്ടാണ് കളങ്കാവിൽ കാണാൻ വന്നത്. വിനായകനും മമ്മൂക്കയും ഈക്വൽ.
വേറെ ലെവല്